നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് തൃപ്തികരമായ പരിഹാരമില്ലെങ്കിൽ സമരം തുടരണമെന്ന് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുനമ്പം സമരപന്തൽ സന്ദർശിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നപരിഹാരം നീണ്ടുപോകുന്നത് ഒട്ടും ശരിയല്ല. അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മുനമ്പത്തുകാരുടെ ആകുലതകളേക്കാൾ അധികാരികൾക്ക് ഉപതെരഞ്ഞെടുപ്പാണ് പ്രധാനം. അധികാരികൾ കണ്ണു തുറക്കണമെന്നും സ്ഥലവാസികളുടെ അവശതകൾ കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ്, കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻമേട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. യൂറോപ്പിന്റെ തെക്ക് കിഴക്ക് മെഡിറ്ററേനിയൻ തീരത്തുള്ള രാജ്യമായ അൽബേനിയയിൽ 2 രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി. 1913 രക്തസാക്ഷിത്വം വരിച്ച ഫാദർ ലൂയിജി പാലിക്, 1927 രക്തസാക്ഷിത്വം വരിച്ച ഫാദർ ഡോൺ ഗസുലി എന്നിവരെ ഇക്കഴിഞ്ഞ നവംബർ 16 ശനിയാഴ്ചയാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത്. അൽബേനിയയിലെ ഷ്കോദർ അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ മാർച്ചെല്ലോ സൊമാറാരോ പ്രഖ്യാപനം നടത്തി. 2027 ലോക യുവജന സമ്മേളനത്തിൽ ആധുനിക യുഗത്തിലെ വിശുദ്ധനും യുവാക്കളുടെ ആത്മീയാവേശവുമായ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിന്റെ തിരുശേഷിപ്പ് വണക്കത്തിനായി ഉണ്ടായിരിക്കും. തിരുശേഷിപ്പ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സിയൂൾ അതിരൂപത പത്രക്കുറിപ്പിൽ അറിയിച്ചു. യുവജനങ്ങളെ വിശ്വാസത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കാളികളാക്കാനുള്ള അതിരൂപതയുടെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചുകൊണ്ട് 2025 ജൂബിലി വർഷത്തിൽ ദക്ഷിണ കൊറിയൻ രൂപതകൾക്കിടയിൽ തിരുശേഷിപ്പുകൾ വിതരണം ചെയ്യുമെന്നും അവ വർഷം മുഴുവൻ ആരാധനയ്ക്കായി ലഭ്യമാകുമെന്നും അതിരൂപത അറിയിച്ചു. അന്തരിച്ച ബെനഡിക്ട് 16 പാപ്പയുടെ പ്രസംഗങ്ങളുടെ ഒരു വലിയ ശേഖരം പ്രസിദ്ധീകരിക്കാനൊരുങ്ങി റാറ്റ്സിംഗർ ഫൗണ്ടേഷൻ. ബെനഡിക്ട് 16 മാർപ്പാപ്പ തന്റെ പൊന്തിഫിക്കറ്റിലുടനീളം സ്വകാര്യ കുർബാനകളിൽ നടത്തിയ 130ഓളം പ്രസംഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തും. ബെനഡിക്ട് 16 മാർപ്പാപ്പയിൽ നിന്നുള്ള കത്തോലിക്ക പാരമ്പര്യം നിറഞ്ഞ 100ലധികം വചനചിന്തകൾ പരിശോധിക്കപ്പെടാൻ കാത്തിരിക്കുന്നു. 2025 പുസ്തകം പ്രസിദ്ധീകരിക്കുക. റഷ്യ ഉക്രൈൻ യുദ്ധം 1000 ദിവസങ്ങൾ പിന്നിടുമ്പോൾ രക്തസാക്ഷിയായ ഉക്രൈനെ ആശ്ലേഷിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. 2022 ഫെബ്രുവരിയിൽ റഷ്യൻ സൈനിക സേനയുടെ അധിനിവേശത്തോടെ ആരംഭിച്ച യുദ്ധത്തിൽ രക്തസാക്ഷിയായ ഉക്രൈനിലെ എല്ലാ പൗരന്മാർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ ആലിംഗനം അയച്ചു. ഉക്രൈനിലെ അപ്പസ്തോലിക് ന്യൂൻഷോയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം എഴുതിയ കത്തിൽ ഉക്രൈനിയക്കാർ അനുഭവിക്കുന്ന വിപുലമായ സൈനിക ആക്രമണത്തിന്റെ 1000 ദിവസങ്ങൾ കടന്നുപോയെന്ന് പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.